അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ 8 വരെ പഠിച്ചിട്ടുള്ള എൻ്റെ സ്കൂളാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത് മണ്ണഞ്ചേരി സ്കൂളാണ്. ഇപ്പോൾ മണ്ണഞ്ചേരി സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും മികച്ച സ്കൂളാണ്. അപ്പോൾ അതിൽ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മികച്ച അധ്യാപകരുണ്ട്. നമുക്ക് LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം ഇതിനൊക്കെ നമുക്ക് എന്താ പറയുക, പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പല പല ഗ്രൗണ്ട് ഉണ്ട്, മ്യൂസിയം വരെ നമ്മുടെ സ്കൂളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളായിരിക്കും ഞാനിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ സ്കൂൾ ഓപ്പൺ, അതായത് ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളുടെ സ്കൂൾ തുറപ്പിൻ്റെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് സോങ്സ് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ നമ്മുടെ മണ്ണഞ്ചേരി സ്കൂളിലെ ആദരവ്, പേരൻസിനെ ആദരിച്ചത്, കുട്ടികളെ ആദരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ HM എന്ന് പറയുന്നത് അവിടെ ഒരു 27 വർഷത്തോളം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. ഏറ്റവും നല്ലൊരു അധ്യാപികയായിരുന്നു. അതായത് നമ്മുടെ കുട്ടികളുടെ കഴിവ് എന്താണോ അത് അവരെ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ടീച്ചറായിരുന്നു ഹഫ്സ ടീച്ചർ. എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് നമ്മുടെ ഹഫ്സ ടീച്ചർ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ സ്കൂൾ ഇത്രയും നല്ലൊരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് LP, UP, ഹൈസ്കൂള്, +1, +2 ഇതിനെല്ലാം നമുക്ക് ഒരു ഗ്രൗണ്ടാണ് വരുന്നത്. മ്യൂസിയം വരെ നമുക്കവിടെ വരുന്നുണ്ട്. അപ്പം അതിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ ഓപ്പണിങ്ങിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പേരൻസിനെ ആദരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം മണ്ണഞ്ചേരി സ്കൂളിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. അവിടെ 100% നമുക്ക് 10ാം ക്ലാസ്സിന് വിജയം വരുന്നത്. +1, +2 100% വിജയം നമുക്കവിടെ വരുന്നുണ്ട്. നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എല്ലാ ചൊവ്വാഴ്ചയിലും വ്യാഴാഴ്ചകളിലും പാല് കൊടുക്കുന്നുണ്ട്, മുട്ടയുണ്ട്, അതുപോലെ സാമ്പാർ, അതൊക്കെ എല്ലാവരും ഉണ്ടാകുന്നതാണ്. സാമ്പാർ എല്ലാവരും ഉണ്ടാകുന്നതാണ്. അതുപോലെ നല്ല നല്ല ഫുഡ് കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളുടെ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നതാണ്. അപ്പോൾ മണ്ണഞ്ചേരി സ്കൂളിലെ പരിപാടികളും മണ്ണഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മണ്ണഞ്ചേരി സ്കൂളിൽ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലെ ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വരകാരുണ്യം ലളിത കലകളാൽ പൂക്കുന്ന കൗമാര ഹൃദയങ്ങളെ, ഈശ്വരകാരുണ്യം ലളിത കലകളാൽ പൂക്കുന്ന കൗമാര ഹൃദയങ്ങളെ, ഇവിടെ വരൂ വിനിതന്യമായി തീരട്ടെ സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, 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 സുസ്വാഗതം, വന്ദനം, വന്ദനം, ദൈവചൈതന്യമേ, വന്ദനം, വന്ദനം, ഗുരുജനമേ, ഗുരുജനമേ. ഉദ്ഘാടനം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഏറ്റവും മികച്ച ഒരു അക്കാദമിക് വർഷമായി ഈ വർഷം മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തിരിതെളിക്കാം. എല്ലാവരും ചേർത്ത് നിൽക്കുക.
ഓക്കെ, നമ്മുടെ മുഖ്യാതിഥി തിരിതെളിച്ചുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ വർഷം മണക്കേ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഏറ്റവും മികച്ചതാവട്ടെ, ഏറ്റവും മികച്ച വർഷം മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ദീപം തെളിയിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട എച്ച്.എം, തുടർന്ന് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും വലിയ പാട്ടുകാരനുമായ പ്രിയപ്പെട്ട ഹാഷിം മൈലാഞ്ചി, PTA അംഗങ്ങളായ ജയാസും പ്രിയപ്പെട്ട CC നിസാറും ചേർന്നുകൊണ്ട് ജയാസോട് വരും അടുത്ത ദീപം തെളിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഹൃദയപൂർവ്വം മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് സ്വാഗതം. ഏറ്റവും മികച്ച ഒരു വർഷമായി ഇത് മാറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമുള്ള നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വ ആശംസകൾ നേരുന്നു. തുടർന്ന് ജസ്റ്റിസ് സാറിന്റെ പാട്ടാണ്. തുടർന്ന് മറ്റ് ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകും. പ്ലീസ് കുറച്ചു നേരം കൂടി ഇരിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ആചരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പ്രൈസ് മേടിക്കുന്ന കുട്ടികൾക്കൊക്കെ ആചരിക്കുന്നുണ്ട്. മുഹമ്മദ് യാസിൻ എട്ടുജിയുടെ കുട്ടിയാണ്. അപ്പൊ സന്തോഷം, അഭിമാനം. ഇനി ഒരുപാട് കാര്യങ്ങളിൽ എത്തിച്ചേരട്ടെ. മറ്റു കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ലൊരു മോട്ടിവേഷനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം, ഏറെ അഭിമാനം. USS സ്കോളർഷിപ്പ് ആണ് നെക്സ്റ്റ് അല്ലേ ടീച്ചറെ? അപ്പോഴത്തേക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. USS സ്കോളർഷിപ്പ് അവിടുത്തെ സീനിയർ അധ്യാപിക ഷാഹിന ടീച്ചറുടെ വേദിയിലേക്ക് വന്നാൽ ഒരുപാട് സന്തോഷമാവും. അത് ആദരിക്കുന്ന നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് 2020 വരെ നമ്മുടെ HM ഹഫ്സ ടീച്ചറിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ചെറിയൊരു പ്രസംഗമാണ് കേട്ടോ. എല്ലാ രാഷ്ട്രീയ ചിന്തകളിലും ഉള്ള ആളുകൾ താമസിക്കുന്നു. എന്നാൽ പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന മതേതര ഭാവം ഉൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ പാട്ടുകാരൻ ഹാഷിമിനെ ആചരിക്കുന്നുണ്ട് കേട്ടോ. പറയാനുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. മണഞ്ചേരി സ്കൂളിൻ്റെ അഭിമാനപുത്രനായ പട്രുമാൻ ഫെയിമിലൂടെ പ്രശസ്തനായ നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹാഷിമിനെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ കുട്ടികളേക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള വെൽക്കമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നത് ഷെയാൻ്റെ സ്കൂളാണ്, ഷെയാൻ്റെ ഗ്രൗണ്ടാണ്. എന്ത് നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണ് കാണുന്നത്. ഇത്രയും എന്താ പറയുക, ഇത്രയും നല്ലൊരു ഫെസിലിറ്റി നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ആദ്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷെയാൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെണ്ടയൊക്കെ കൊട്ടുന്നത് കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഷെയാൻ്റെ കളിക്കുന്ന ഒരു കുട്ടികളുടെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഒരു ഗ്രൗണ്ട്, ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് നടന്ന് ഷേൻ്റെ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. ഷേൻ്റെ ക്ലാസ് ഇതാണ്. അവൻ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല, ഭയങ്കര നാണമായിട്ടൊക്കെ ഇരിക്കുകയാണ് ടീച്ചറിനെ കണ്ടിട്ട്. ഇപ്പോൾ നല്ല സ്നേഹമുള്ള ടീച്ചറാണ് കേട്ടോ. ഷേനൊരു തൊപ്പിയും ബലൂണൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ കേക്ക് കൊടുത്തു. ഷേൻ്റെ ഇവിടെ ഗ്രൗണ്ടിൽ ഓടി കളിക്കുകയാണ്.
വളരെ ഹാപ്പിയാണ്. ഷെയാൻ എല്ലാ കുട്ടികളും ഫുഡ് കഴിച്ചിട്ട് പോകാനാണ് മേക്കിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ മാറി നിന്ന് കഴിക്കുകയാണ്. ഷെയാൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഓടി കളിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കുട്ടികളുടെ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പുറത്തോട്ട് പോകാനുള്ള ഡോറാണ്. ഈ വഴി നമുക്ക് കുട്ടികൾക്ക് കയറാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വരുന്ന വഴി കുട്ടികളുടെ മ്യൂസിയം കാണാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെയാണ് നമുക്ക് മ്യൂസിയത്തിൽ കളിപ്പിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഫെസിലിറ്റി കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസ്കസ് മാത്രമേ എന്താ പറയുക, ഒരു ആലോചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയാണ്.